മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ. ഒരു എലമെന്റ് x1, x2 ഈ ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ x1, x2, ചില ആൾക്കാർ x1, x2 എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെയും വിളിക്കും x1, x2. ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ. നേരെ മറിച്ച് അത് ഇങ്ങനെ വിളിക്കുന്ന വെച്ചോ x1, x2, x3. അങ്ങനെ അല്ലെങ്കിൽ x1, x2, x3. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഓർഡേർഡ് ട്രിപ്പിൾ. ഓർഡേർഡ് ട്രിപ്പിൾ എന്ന് വിളിക്കും. ഇനി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ x1, x2, x3, etc. xn. അഥവാ ഇങ്ങനെ വിളിക്കാം x1, x2, x3, etc. xn. ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഓർഡേർഡ് n ടപ്പിൾ ആണെന്ന് വിളിക്കും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ നോക്കൂ. 1, 2. ഈ 1, 2 പറഞ്ഞ ഇവിടുത്തെ എലമെന്റ് R² ഒരു എലമെന്റ് ആണ് അല്ലെ, പ്ലെയിനത്തെ ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 1, 2 ഇങ്ങനെ എഴുതാം, അതേപോലെ ഇങ്ങനെ എഴുതാം കേട്ടോ. 1, 2 ഇങ്ങനെ എഴുതാം, 1, 2 ഇങ്ങനെ എഴുതാം, അതേപോലെ ഇങ്ങനെ എഴുതാം. ഓർഡേർഡ് ട്രിപ്പിൾ എക്സാമ്പിൾ നോക്കൂ. 1, 3, 7 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 1, 3, 7. ഓക്കെ, ഇത് എവിടുത്തെ എലമെന്റാ? R³ എലമെന്റ്, R3 എലമെന്റ് ആണ്. ഇതോ Rn എലമെന്റ്. Rn എന്നോ Rn എന്നോ നിങ്ങളെ സൗകര്യം പോലെ വിളിച്ചോളൂ. Rn എലമെന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു എലമെന്റിനെ ഈ ഫോർമാറ്റിലാണ് പറയണമെങ്കിൽ, ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ നമ്മൾ പറയും അത് ആണോ ഇടയ്ക്കൊരു കോമയല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കോമ ഡെലിമൈറ്റഡ് ഫോം. ഈ ഫോം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോമ ഡെലിമൈറ്റഡ് ഫോം എന്ന് വിളിക്കും. അതിന് ഈ ഒരു ഫോർമാറ്റിലാണ് പറയണമെങ്കിൽ ഇതിനെ വിളിക്കുക കോളം വെക്റ്റർ ഫോം എന്ന് വിളിക്കും. അഥവാ ഈ ഫോർമാറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോളം വെക്റ്റർ ഫോം. നോക്കൂ, ഇതാണെങ്കിൽ ഈ ഒരു ഫോം ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കോളം വെക്റ്റർ ഫോം. ഓക്കെ, ഇത് കോളം വെക്റ്റർ, കോളം ഒറ്റ കോളം. ഇങ്ങനെ ഒരു രണ്ട് ഭാഗത്തും ബ്രാക്കറ്റ് ഇട്ടിട്ട് എലമെന്റ്സ് കോമ ഇട്ട് എഴുതുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കോമ ഡെലിമൈറ്റഡ് ഫോം. അപ്പൊ ഒരു എലമെന്റിനെ രണ്ട് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് കോമ ഡെലിമൈറ്റഡ് ഫോം. അത് ഈ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് കോളം വെക്റ്റർ ഫോം എന്ന് വിളിക്കും. നോക്കൂ, നമ്മളിപ്പോ R2 എടുത്തു. R2 എന്ന് പറഞ്ഞാൽ XY പ്ലെയിന്. ഈ XY പ്ലെയിനിലെ ഒരു എലമെന്റ് എടുത്തു ഞാൻ. ഈ എലമെന്റ് എന്തോ ഈ എലമെന്റ് 2, 1 ഇങ്ങനെയും വിളിക്കാം, അതിനെ ഇങ്ങനെയും വിളിക്കാം. ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? കോളം വെക്റ്റർ ഫോം. ഇതിനാണെങ്കിലോ ഇതിനെ വിളിക്കുന്ന പേര് കോമ ഡെലിമൈറ്റഡ് ഫോം. ഓക്കെ, ഇനി ഒരു ഈ എലമെന്റ് കണ്ടോ, വീണ്ടും വരക്കാം. എക്സും വൈയും പ്ലെയിൻ വരക്കാം. ഈ ഒരു എലമെന്റ് കണ്ടോ, ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് 1, 0 അല്ലേ, 1, 0 അഥവാ ഇങ്ങനെ എഴുതാം 1, 0. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മളെ E1. ഓക്കെ, ഈ എലമെന്റ് കണ്ടോ, ഈ എലമെന്റ് 0, 1 അല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് E2. എന്ന് പറഞ്ഞാൽ 0, 1. ഓക്കെ, ഇതിന് E1നെയും E2നെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്റ്റർ. സ്റ്റാൻഡേർഡ് ബേസിസ് വെക്റ്റർ. E1ഉം E2ഉം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്റ്റർ. അതിന് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്റ്റർ എന്ന് വിളിക്കാൻ കാരണം ഇപ്പൊ ഇവിടുത്തെ ഒരു എലമെന്റ് ഇൻ ജനറൽ ഇവിടെ ഒരു 4, 5 ഉണ്ടെന്ന് വിചാരിക്ക്. ആ 4, 5നെ നമുക്ക് ഇത് വെച്ചും പറയാൻ പറ്റും. നോക്കൂ, 4, 5നെ നമുക്ക് 4 × 1, 0 + 5 × 0, 1 എന്ന് എഴുതിക്കൂടെ? ഈ 4, 5നെ ഇവിടെയുള്ള ഈ 4, 5നെ 4 × 1, 0 + 5 × 0, 1 എന്ന് എഴുതിക്കൂടെ? ഇനി വേറെ എലമെന്റ് എടുത്തു ഞാൻ ഇവിടെ 7, 4 എടുത്തു. 7, 4 എടുത്താൽ ആ 7, 4നെ ഈ രണ്ട് എലമെന്റോട് എങ്ങനെ പറയാൻ പറ്റും? 7, 4 = 7 × 1, 0 +
4 into 0 1 എഴുതിക്കൂടെ അഥവാ നോക്കൂ 4 5 ഈ റെപ്രസെന്റേഷൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ എഴുതാം. അപ്പൊ കോളം വെക്ടർ ഫോർമാറ്റ് എഴുതുകയാണെങ്കിലോ 4 5 എന്നുള്ള ഈ ഒരു എലമെന്റിനെ കണ്ടോ ഈ 4 5 എന്നുള്ള ഈ ഒരു എലമെന്റിനെ 4 into 1 0 plus 5 into 0 1 ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ശരിയല്ലേ? 4 into 1 0 plus 5 into 0 1 ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അഥവാ ഏതൊരു കോളം വെക്ടറിനെയും ഇതൊരു എലമെന്റ് ഇങ്ങനെ പറയുമ്പോൾ കോളം വെക്ടർ ഏതൊരു കോളം വെക്ടറിനെയും E1ന്റെയും E2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് E1നെയും E2നെയും എന്ത് വിളിക്കാൻ കാരണം സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ അത് R ക്യൂബ് എടുത്തു നോക്കാം. നമുക്കൊന്ന് R ക്യൂബ് ആണെന്ന് വിചാരിക്ക്. അപ്പൊ X ആക്സും Y ആക്സും Z ആക്സും ഉണ്ടാവൂലേ? ഇത് X ആയിരിക്കും, ഇത് Y ആയിരിക്കും, ഇത് Z ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറഞ്ഞാൽ 1 0 0 ആയിരിക്കും, E2 എന്ന് പറഞ്ഞാൽ 0 1 0 ആയിരിക്കും, E3 എന്ന് പറഞ്ഞാൽ 0 0 1 ആയിരിക്കും. അഥവാ E1ഉം E2ഉം E3ഉം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടർ ഓഫ് R3. സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടർ ഓഫ് R3 അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് എലമെന്റ് എടുത്തോളും. ഈ എലമെന്റ് 174 ഉണ്ട് വിചാരിക്ക്. ആ 174നെ എങ്ങനെ എഴുതാ? 174 is equal to 1 into 100 plus 7 into 010 plus 4 into 001 എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു R ക്യൂബത്തെ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിനെ നമുക്ക് E1ന്റെയും E2ന്റെയും E3ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ആ E1 E2 E3 ആർ ദ സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടർ ഓഫ് R3 എന്ന് പറയാം. ഇനിയാണ് നമ്മൾ മെട്രിക്സ് ട്രാൻസ്ഫർമേഷനെ പറ്റി പറയാൻ പോകുന്നത്. മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ. നോക്കൂ, ഒരു ഫംഗ്ഷൻ f ഫ്രം R2 to R3, f ഫ്രം R2 to R3. ഞാൻ എങ്ങനെ f ഡിഫൈൻ ചെയ്യുന്നത് അറിയോ? f ഓഫ് R2ത്തെ ഒരു എലമെന്റ് എടുത്തു, x1 x2. നമുക്ക് എങ്ങനെ വേണം ഡിഫൈൻ ചെയ്യാലോ? അടുത്ത എലമെന്റ് ഈക്വൽ ടു f ഓഫ് x1 x2 ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. f ഓഫ് x1 x2 ഈക്വൽ ടു 2 1 3 2 1 4 x1 x2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും f ഓഫ് 1 3? എന്തായിരിക്കും f ഓഫ് 1 3? f ഓഫ് 1 3 ഈക്വൽ ടു 2 1 3 2 1 4 into സോറി f ഓഫ് 1 3 ഇങ്ങനെ എഴുതാൻ പാടില്ല അല്ലേ? എന്തായിരിക്കും f ഓഫ് 1 3? f ഓഫ് 1 3 ഈക്വൽ ടു 2 1 3 2 1 4 into 1 3 ഈക്വൽ ടു, അത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1 2 plus 1 into 3 3. നെക്സ്റ്റ് റോ, ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം, 3 into 1 3 2 into 3 6. ഇനി 1 into 1 1 4 into 3 12 ഈക്വൽ ടു നമുക്ക് കിട്ടുക 2 plus 3 5 9 30 അങ്ങനെ കിട്ടൂലേ? അഥവാ ചുരുക്കി പറഞ്ഞാൽ f ഓഫ് 1 3 എന്നാൽ ഈക്വൽ ടു 5 9 13 അല്ലേ? f ഓഫ് 1 3 is equal to 5 9 13 എഴുതിക്കൂടെ? അപ്പൊ നോക്കൂ, ഞാൻ ലീനിയർ ഈ ട്രാൻസ്ഫർമേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്ത്? f ഫ്രം r സ്ക്വയർ എന്ന് r ക്യൂബിക്ക്, f ഫ്രം r സ്ക്വയർ എന്ന് r ക്യൂബിക്ക്. അപ്പൊ r സ്ക്വയറത്തെ ഒരു എലമെന്റ് ആണ് x1 x2. ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്തത് r ക്യൂബിത്തെ എലമെന്റ് തന്നെയാണോ? നോക്കാം, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. f ഓഫ് ഇവിടുന്ന് ഒരു 1 3 എടുത്ത് നോക്കി,
1 3 എടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 9 13 കിട്ടി. ഈ 5 9 13 ഇവിടുത്തെ എലമെന്റ് തന്നെയാണോ? ആർ ക്യൂബിത്തെ എലമെന്റ് തന്നെയാണോ? ആണ്. കാരണം ഒരു 3 എലമെന്റ് ആയിട്ടല്ലേ, ഓർഡേർഡ് ട്രിപ്പിൾ അല്ലേ അത്. അപ്പോൾ ട്രിപ്പിൾ ആകുമ്പോൾ അത് ആർ ക്യൂബിത്തെ എലമെന്റ് ആവും. ഞാൻ എങ്ങനെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു? എഫ് ഫ്രം R2 to R3 defined by f of x1 x2 is equal to 2 1 3 2 1 4 into x1 x2. ഓക്കെ, അപ്പോ ഈ എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ ഈ എഫിന് പകരം ഇതല്ലേ ഇൻറ്റു x1 x2, അഥവാ ഈ എഫിന് തുല്യമായിട്ട് ആരാളുള്ളത്? 2 1 3 2 1 4 ആണുള്ളത്. ഇനി ഇതേ ഒരു സംഭവം തന്നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ അറിയോ? ഇതേ സംഭവം തന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് x1 x2 ഈക്വൽ ടു 2x1 പ്ലസ് 1x2 3x1 plus 2x2 1x1 plus 4x2. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും ഒന്ന് തന്നെയല്ലേ, അതിപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇത് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യാതെ എഴുതി, ഇത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതി. അങ്ങനെ ഈ എഫ് ഫ്രം ആർ സ്ക്വയർ എന്ന് ആർ ക്യൂബിലുള്ള ഒരു ട്രാൻസ്ഫർമേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ആർ സ്ക്വയർ എന്നൊരു എലമെന്റ് എടുത്തു, x1 x2, അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് എവിടുത്തെ എലമെന്റ് ആയി? ആർ ക്യൂബിത്തെ എലമെന്റ് ആയല്ലോ. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ അറിയോ? എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ ക്യൂബ് ഡിഫൈൻഡ് ബൈ എങ്ങനെ? ഒന്നില്ലെങ്കിൽ എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ ക്യൂബ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ ക്യൂബ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ ക്യൂബ് ഡിഫൈൻഡ് ബൈ w1 ഈക്വൽ ടു 2x1 പ്ലസ് 1x2, w2 ഈക്വൽ ടു 3x1 പ്ലസ് 2x2, w3 is equal to 1x1 plus 4x2. ഇങ്ങനെ ഡിഫൈൻ ചെയ്യണതും ഇങ്ങനെ ഡിഫൈൻ ചെയ്യണതും ഇങ്ങനെ ഡിഫൈൻ ചെയ്യണതും സെയിം ആണ്. നോക്കൂ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇതെങ്ങനെ ഇവിടുന്ന് എഴുതി ഉണ്ടാക്കുക? ഈക്വൽ ടു therefore എഫ് ഓഫ്, ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? x1 x2 ഉണ്ട്. എഫ് ഓഫ് x1 x2 എന്നാൽ ഈക്വൽ ടു 2x1 plus 1x2 3x1 plus 2x2 1x1 plus 4x2 ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ എഫ് ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആക്കി എഴുതുക 2 1 3 2 1 4 x1 x2. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയാവും ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാവും ഡിഫൈൻ ചെയ്തത് നിങ്ങളെ മുന്നിൽ എത്തുക, അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യുക. എങ്ങനെ ഡിഫൈൻ ചെയ്താലും അത് ഉദ്ദേശിക്കുന്നത് ഒരു മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ, മെട്രിക്സ് അല്ല, ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. ഇത് മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ എന്ന് എഴുതാൻ കാരണം ഞാനിവിടെ അതിനെ ഒരു മെട്രിക്സ് ആയിട്ട് കണക്കാക്കാലോ, അതുകൊണ്ടാണ് അതിനെ മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ എന്നുള്ള പേര് കൊടുത്തത്. ഉദ്ദേശിച്ചത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ ഒന്ന് എടുത്ത് എഴുതി വെക്കുകയാണ്. ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് x1 x2 ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുക. ഞാൻ ഇപ്പൊ എടുക്കുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചോ. 2x1 plus 1x2 3x1 plus 2x2 1x1 plus 4x2. ഇനി ചോദിക്കുകയാണ്, ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാവൂലേ? ആ മെട്രിക്സ് ഏതാണ്? ഈ എഫിന് കറസ്പോണ്ടിങ് മെട്രിക്സ് 2 1 3 2 1 4 ആണ്. എങ്കിലും ഒന്ന് നമുക്ക് തിയറി ബേസ്ഡ് നോക്കാം. ഈ എഫ് എന്നുള്ള ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാവൂലേ? ഇതാ മെട്രിക്സ് തന്നെ കേട്ടോ, 2 1 3 2 1 4 ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 1 3 2 1 4 ആണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഞാൻ വേറെ രൂപത്തിൽ മാറ്റി പറയണതിനെ, ഈ എഫ് എന്നുള്ള ഫംഗ്ഷന് ഒരു മെട്രിക്സ് ഉണ്ടാവൂലേ? ആ മെട്രിക്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എനിക്ക് ഉത്തരം അറിയാം, 2 1 3 2 1 4 ആണെന്ന്. പക്ഷെ എങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് എഫ് ഓഫ് E1 എടുക്കും, എഫ് ഓഫ് E2 എടുക്കും, അതേപോലെ എഫ് ഓഫ് E3 കണ്ടെത്തും. എന്താ എഫ് ഓഫ് E1 എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് 1 0. എന്താ എഫ് ഓഫ് E2 എന്ന് പറഞ്ഞാൽ? 1 0. E3 വേണ്ട, ഇത് എവിടുന്ന് എടുക്കുന്ന ഫംഗ്ഷനാ? ആർ സ്ക്വയർ എന്ന്. ഇത് എവിടുന്ന് എടുക്കുന്ന ഫംഗ്ഷനാ? ആർ സ്ക്വയർ ആർ ക്യൂബിക്കുള്ള ഫംഗ്ഷൻ അല്ലേ? ആർ സ്ക്വയർ ആർ ക്യൂബിക്കുള്ള ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ആർ സ്ക്വയറില് E1 ഉം E2
മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ എഫ് ഓഫ് E1 ഈക്വൽ ടു 1 0, എഫ് ഓഫ് E2 ഈക്വൽ ടു എഫ് ഓഫ് 0 1. എന്താണ് എഫ് ഓഫ് 1 0? എഫ് ഓഫ് 1 0 എന്ന് പറയുമ്പോൾ x1 1 ഉം x2 0യും x1 1 ഉം x2 0യും ഈക്വൽ ടു 2 into 1 plus 1 into 0 ഈക്വൽ ടു 2. ഇനി 3 into 1 plus 2 into 0 3. 1 into 0 1 into 1 plus 1 2 3 1. ഓക്കെ, എഫ് ഓഫ് E2 എന്താ? എഫ് ഓഫ് E2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 1 x1ന് 0യും x2ന് 1 ഉം കൊടുക്കുക. 2 into 0 plus 1 equal to 1. 3 into 0 plus 2 2. ഇവിടെ correspondingly 4 കിട്ടും. Therefore the matrix is 2 3 1 1 2 4. ഓക്കെ, എഫ് ഓഫ് E1 ഉം എഫ് ഓഫ് E2 എങ്ങനെ എഴുതുക? എഫ് ഓഫ് E1 ബാർ എഫ് ഓഫ് E2. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഏറ്റവും ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് E1 ബാർ എഫ് ഓഫ് E2. എഫ് ഓഫ് E1 ബാർ എഫ് ഓഫ് E2 പറഞ്ഞാൽ എഫ് ഓഫ് E1 താഴേക്ക് എഴുതുക, എഫ് ഓഫ് E2 താഴേക്ക് എഴുതുക. 2 3 1 1 2. അങ്ങനെയാണ് ഒരു എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒറ്റ നമുക്ക് എഴുതി വെക്കാനുള്ള തന്നെ ഉള്ളൂ. നോക്കൂ, 2 1 3 2 1 4 എന്നല്ലേ. പക്ഷെ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത്. കണ്ടെത്താൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കണ്ടെത്തണം. എഫ് ഓഫ് E1 കാണുക, എഫ് ഓഫ് E2 കാണുക. അപ്പൊ എങ്ങനെ മനസ്സിലായി E1 E2 മാത്രം എടുക്കാൻ പാടുള്ളൂ എന്ന്? ഈ ഫംഗ്ഷൻ എവിടുന്ന് എടുക്കുന്ന ഫംഗ്ഷനാ? കണ്ടോ, ഇവിടെ അപ്ലൈ ചെയ്യണത് 2 എലമെന്റ് അല്ലേ, ഉത്തരം കിട്ടുന്നത് 3 എലമെന്റ് അല്ലേ. അപ്ലൈ ചെയ്യുമ്പോൾ 2 ആൾക്കാര്, ഉത്തരം കിട്ടുമ്പോൾ 3 ആൾക്കാര്. അഥവാ R2ന്ന് R3ക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ R2ലുള്ള ബേസിക് വെക്ടേഴ്സ് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, എഫ് ഫ്രം R2 to R3 ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് ഈ എഫിനെ എന്ത് പറഞ്ഞാൽ മതി അറിയോ? ടി ട്രാൻസ്ഫർമേഷൻ TA from R square to R cube where A equal to 2 1 3 2 1 4. ഇങ്ങനെ ഇട്ട അർത്ഥം നമുക്ക് മനസ്സിലാവണം. ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? TA from R square to R cube അല്ലേ? അത് ഇവിടെ തന്നെ മനസ്സിലാവണം കേട്ടോ. TA from R square to R cube ആണ്. എങ്ങനെ മനസ്സിലാക്കും? R square എന്ന് R cube ആണെങ്കിൽ അതിന്റെ ഓർഡർ 3/2 ആയിരിക്കും. 3/2. നോക്കൂ, ഇതിന്റെ ഓർഡർ 3/2 അല്ലേ? R square എന്ന് R cube ആണെങ്കിൽ അതിന്റെ ഓർഡർ 3/2 ആയിരിക്കും. ശ്രദ്ധിക്കണം, TA ഈ ഫംഗ്ഷൻ R square R cube അല്ലേ? അപ്പൊ അതിന്റെ ഓർഡർ, ഈ മെട്രിക്സിന്റെ ഓർഡർ 3/2 ആയിരിക്കും. തിരിച്ചാണ് വരിക, ഓർഡർ 3/2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ എഫിനെ നമുക്ക് ഇനി ഇവിടെ മുതൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാറിയോ? എഫ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. അത് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒരു എ എന്നുള്ള മെട്രിക്സിനെ. എ എന്ന് പറഞ്ഞാൽ ആരാ? 2 1 3 2 1 4. അങ്ങനെ വന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ചെയ്യുന്ന അറിയോ? ഇതപ്പോ ഇത് ഫംഗ്ഷൻ ഇവിടുന്ന് R square R cube അല്ലേ? അത് ഇവിടുന്ന് മനസ്സിലാക്കുക. ഇത് എവിടുന്ന് എടുക്കുക? R square R cube ഉള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, therefore T of x1 x2, ഇവിടെ ഇങ്ങനെ x1 x2 എഴുതാൻ കാരണം ഇവിടെ R square ആണ്, ഇത് അവിടെ 2 ആണ്, രണ്ടാമത്തെ എലമെന്റ് 2 ആണ്, ഈക്വൽ ടു ഈ 2 1 3 2 1 4 അല്ലേ കിട്ടിയത്? 2 1 3 2 1 4 into x1 x2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 റോസ് ആണ് കിട്ടുക. R ക്യൂബ് എലമെന്റ് ആണ് കിട്ടുക. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇതിങ്ങനെ മാറ്റി എഴുതാം. അഥവാ ഈ എഫിനെ നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക. വേർ എ ഈക്വൽ ടു ഇതാണെന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ മാത്രം ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് ചോദിക്കട്ടെ, ഒരാൾ പറയാണ് ഇന്റെ TA എന്ന് പറഞ്ഞാൽ എവിടുന്ന് എടുക്കുള്ള ഫംഗ്ഷൻ ഞാൻ പറയുന്നില്ല, എവിടുന്ന് എടുക്കാന്ന് പറയുന്നില്ല കേട്ടോ. ഒരു R raised to something എന്ന് R raised to something ഒക്കെ. അപ്പൊ R raised to n എടുക്കാം, R raised to m എടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേർ A ഈക്വൽ ടു 3 1 2 1 4 5 3 2 6. വേണ്ട, നമുക്ക് ഒരു മനസ്സിലാവാൻ ഇതിന് ഒഴിവാക്കാം ഈ അവസാനത്തെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എത്രയാ? 2/3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് R ക്യൂബ് ആയിരിക്കും, ഇത് R2 ആയിരിക്കും. ഇത് R ക്യൂബ് ആയിരിക്കും, ഇത് R2 ആയിരിക്കും. ഇത് ഈ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് അറിയോ? TA എന്ന് പറഞ്ഞാൽ TA ഓഫ് x1 x2 x3 എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ R ക്യൂബ് ആണ്, ഈക്വൽ ടു 3 1 2 1 4 5
ഇൻറ്റു x1 x2 x3 ആയിരിക്കും ആൻസർ കിട്ടുക. ഇത് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ കിട്ടും. ഇനി നോക്കൂ, ഒരു ട്രാൻസ്ഫർമേഷൻ ടി എ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയാം, എഫ് എന്നൊക്കെ പറയാട്ടോ. ടി എ ഫ്രം ആർ റൈസ് ടു എൻ എന്ന് ആർ റൈസ് ടു എം ക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ. ആ എന്നും എമ്മും ഈക്വൽ ആണെന്ന് വിചാരിക്ക്. എന്നും എമ്മും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ. If m equal to n, then that linear transformation is called a linear operator. Is called linear operator. ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്.